പാർലമെന്റ് മന്ദിരത്തിലെ ചെങ്കോലിനെ അപമാനിച്ച എൻ.ഡി. മുന്നണി. ചെങ്കോൽ പാർലമെന്റിൽ നിന്ന് എടുത്തുമാറ്റണമെന്ന് പ്രതിപക്ഷം. ചെങ്കോൽ മ്യൂസിയത്തിലേക്ക് മാറ്റണമെന്ന് എസ്.പി. ആർ.ജെ.ഡി. എം.പിമാർ. देखिए बिल्कुल हटाना चाहिए क्योंकि ये लोकतंत्र है, डेमोक्रेसी, और वहाँ पे अब राजतंत्र तो रहा नहीं, तो अगर सिंगोल को लगाना ही चाहिए तो उसको म्यूजियम में रखना चाहिए जहाँ की देश के सभी लोग जाएं और वहाँ पे उसका दर्शन भी करें जो लोग देखना चाहते हैं। तो ये अच्छा, जिसने भी ये मांग की है बहुत अच्छा, और हम लोग उसको सपोर्ट करना। കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പാർലമെന്റ് മന്ദിരത്തിലെ ചെങ്കോൽ അവിടെ നിന്നും എടുത്തു മാറ്റണമെന്നും അത് മ്യൂസിയത്തിൽ വയ്ക്കണം എന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ചെങ്കോലിനെ അപമാനിക്കുകയും ഒപ്പം ആവശ്യമില്ലാത്തൊരു വിവാദം സൃഷ്ടിക്കലുമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രോഹിണി, അതുതന്നെയാണ്. അതായത് ഈ ചെങ്കോൽ പൊടി പിടിച്ച് കിടന്ന ഒരു ചെങ്കോലാണ്. നമുക്കറിയാം ഇതിന്റെ ചരിത്രം. 947-ൽ ബ്രിട്ടീഷുകാർ ഭാരതം വിടുന്ന ആ ഒരു സാഹചര്യത്തിൽ അന്നത്തെ പ്രഥമ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നെഹ്റുവിനാണ് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള പുരോഹിതന്മാർ അന്ന് ഈ ചെങ്കോൽ കൈമാറിയത്. ഭാരതത്തിന്റെ അധികാര കൈമാറ്റം, ബ്രിട്ടീഷുകാരിൽ നിന്നും ഈ രാഷ്ട്രത്തിന് അധികാരം കൈമാറുന്നതിന്റെ പ്രതീകമായി ഉപയോഗിച്ചത് 16-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ രൂപപ്പെട്ട ശൈവ മഠമായ തിരുവാവാടത്തുറൈ അധീനം എന്ന മഠത്തിൽ നിർമ്മിക്കപ്പെട്ട പവിത്രമായ ചെങ്കോലാണ്. പക്ഷേ നെഹ്റുവിന് അതിൽ കാര്യമായ താല്പര്യമില്ലാത്തതിനാൽ നെഹ്റു പിന്നീട് അത് അലഹബാദിലെ ഒരു മ്യൂസിയത്തിൽ തള്ളുകയും അവിടെ അത് പൊടി പിടിച്ച് കിടക്കുകയുമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് കഴിഞ്ഞ വർഷം 2023 മെയ് മാസം 28-ാം തീയതിയാണ് നാം ഇന്ന് കാണുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നടന്നത്. ആ ഘട്ടത്തിൽ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പുരോഹിതന്മാരുടെയും നേതൃത്വത്തിലാണ് പവിത്രമായ ചെങ്കോൽ പിന്നീട് മ്യൂസിയത്തിൽ നിന്നും പാർലമെന്റ് മന്ദിരത്തിൽ കൊണ്ടുവരികയും ഇന്നത് ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് തൊട്ടരികിലായി ധർമ്മദണ്ഡ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇതൊരു വലിയ വിവാദത്തിലേക്ക് വീണ്ടും പോവുകയാണ്. സമാജ്വാദി പാർട്ടിയുടെ എം.പിയായ C.K. ചൗധരി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഈ ദണ്ഡ് രാജഭരണത്തിന്റെ പ്രതീകമാണെന്നും ഇതൊരു ഭരണഘടന അടിസ്ഥാനത്തിലുള്ള രാജ്യമാണെന്നും അതിനാൽ രാജഭരണത്തിന്റെ ഭാഗമായ ചെങ്കോൽ അവിടെ നിന്നും എടുത്തുമാറ്റി ഏതെങ്കിലും മ്യൂസിയത്തിൽ തള്ളണമെന്നായിരുന്നു സമാജ്വാദി പാർട്ടി എം.പിയുടെ പ്രസ്താവന. ഇന്നിപ്പോൾ അതിനെ പിന്തുണച്ച് കോൺഗ്രസിന്റെ എം.പിമാരും അതോടൊപ്പം തന്നെ R.J.D. നേതാവ് മിസാ ഭാരതി ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്തെത്തി. ഇതിനെ പ്രതിരോധിച്ചും അതോടൊപ്പം ഈ ധർമ്മദണ്ഡിന്റെ ചരിത്രം കൃത്യമായി ഓർമ്മപ്പെടുത്തിയും BJPയും എത്തിയതോടുകൂടിയാണ് വീണ്ടും ഈ ദണ്ഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചെങ്കോലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ചൂടുപിടിച്ച് തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ധർമ്മദണ്ഡിൽ എഴുതിയിരിക്കുന്നത് തന്നെ സെമ്മൈ എന്നാണ്. സെമ്മൈ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഭരണനിർവഹണം നീതിയും ന്യായവും അടിസ്ഥാനമാക്കി വേണം എന്നുള്ളതാണ്. അതായത് തമിഴ്നാട്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ചോള രാജഭരണകാലത്തുൾപ്പെടെ അധികാര കൈമാറ്റം നടന്നിരുന്നത് പുരോഹിതന്മാരിലൂടെ. ഈ ദണ്ഡ് പുതിയ ഭരണാധികാരിക്ക് കൈമാറിയാണ്. അതിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് നീതി ന്യായ നിർവഹണം, അതോടൊപ്പം തന്നെ ധർമ്മം അത് കൃത്യമായി നടപ്പാക്കി വേണം ഭരണാധികാരികൾ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അങ്ങനെ ഭാരതത്തിന്റെ ചരിത്രവുമായും അതോടൊപ്പം തന്നെ അതിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഒരു ചെങ്കോലിനെയാണ് ഇപ്പോൾ മ്യൂസിയത്തിലേക്ക് തള്ളണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും SP-യും R.J.D.യും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.